ലോകത്തിന്റെയും രക്ഷകനായ യേശു ഇതാ ബേത്ലഹേമിൽ പിറന്നിരിക്കുന്നു. ഈ അത്ഭുത ശിശുവിനെ കാണുന്നതിന് കേരളത്തിൽ നിന്നും വയോധികരായ 2 ദമ്പതികൾ ബേത്ലഹേമിലേക്ക് വരുന്നുണ്ട്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. എന്തൊരു ഐശ്വര്യമുള്ള മുഖമല്ലേ! നല്ല ദൈവപ്രസാദം തോന്നുന്നു. ലോകത്തിൻ്റെ പ്രത്യാശയായ വിഷയാണിവൻ. ഈ ബേത്ലഹേമിലേക്ക് ബൈപ്പാസ് ഒന്നുമില്ലേ? ഗൂഗിളിൽ നോക്കിയാ ഞങ്ങൾ വന്നത്. KSRTC ബസ് ഇറങ്ങി എത്ര ദൂരം നടന്നിട്ട് അവിടെ എത്തിയെന്നറിയാമോ? ഓ, ഇതാണ് മറിയം അല്ലേ? അപ്പച്ചനും അമ്മച്ചിക്കും സ്വാഗതം. വരൂ, ഇരിക്കൂ. മോളെ, ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ വന്നതാ. ദൂതന്മാര് പറഞ്ഞ മിശിഹ ജനിച്ച വിവരം ഞങ്ങൾ അറിഞ്ഞത്. ഓ, ഇത് സാധാരണ കുഞ്ഞല്ല. എന്ത് തിളക്കമാ മുഖത്തിന്! നമ്മുടെ കൊച്ചുമോനെ പോലെ തന്നെ ഉണ്ടല്ലേ. മക്കളെ, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒരു പാഠം കൊടുക്കണം. അതിന് കുഴപ്പമില്ല, എടുത്തോളൂ. അല്ലേ, ഞങ്ങള് കുഞ്ഞിന് കൊടുക്കാൻ എന്തൊക്കെയാ കൊണ്ടുവന്നേന്ന് നോക്കിക്കേ. കുറച്ച് കായവറുത്തതും നെയ്യപ്പവും ഒക്കെ ഉണ്ട്. ഇത് കേരളത്തിലെ സ്പെഷ്യലാണ്. നന്ദി അമ്മച്ചി. പക്ഷേ കുഞ്ഞിന് ഇപ്പോൾ പാൽ മാത്രമേ കൊടുക്കാവൂ. പല്ല് വന്നിട്ടില്ലല്ലോ. ഞങ്ങളൊരു ഉടുപ്പ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് പാകമാവോന്ന് നോക്കിക്കേ. ഈ അസ്കാരത്തിന് വാങ്ങിയതാ. പാകമായില്ലെങ്കിൽ കൊച്ചു വലുതാവുന്ന പേടിക്കാം. ഓ, അതിനെന്താ, മനസ്സിന്റെ നന്മയല്ല അപ്പച്ചാ വെറുതെ. ഇവിടെ നല്ല കാറ്റും തണുപ്പുമാണല്ലോ. നീ ഒരു പണി, കുറച്ച് ഷീറ്റ് വാങ്ങി അടിച്ചാ മതി. അതിന് ഞങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടിയില്ലല്ലോ. മോള് മറിയാമേ, ഈ വെളിച്ചെണ്ണ ഞങ്ങൾ വീട്ടിലാട്ടിയതാണ്. തേച്ച് കുളിച്ചോ. ഈ കുഴമ്പം തേച്ചോ. കൊച്ചിന് പാല് കൊടുക്കാനുള്ളതല്ലേ. പിന്നെ ഈ കഷായോ അരിഷ്ടവും കുറേയൊക്കെ 2 നേരം കുടിച്ചോട്ടോ. ജോസഫേ, ഈ പെൺകൊച്ചിന് ചോറിന് വേറെ കൂട്ടാനൊന്നും കൊടുക്കണ്ട. കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും ഉപ്പും കൂടി ചതച്ച് ഈ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്താൽ മതി. അതൊക്കെ ഈ സഞ്ചിയിലുണ്ട് കേട്ടോ. കണ്ണി ഞങ്ങളൊക്കെ വലിച്ചു വാരി തിന്നണ്ട. വയറുണങ്ങി കിട്ടണ്ടേ. ഞങ്ങൾക്കൊക്കെ ഇത്ര മാത്രമേ തന്നിട്ടുള്ളൂ. ഈ അരിയും പച്ചക്കറിയും സാധനങ്ങളൊക്കെ അങ്ങ് എടുത്ത് അകത്തേക്ക് വെച്ചാൽ. പിന്നെ ജോസഫേ, നീ നല്ലവണ്ണം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. പറവോന്റെ വെടി വരുമ്പോൾ തന്നെ ഈ പെണ്ണിനെയും കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടാനുള്ളതല്ലേ. അതിന് നിനക്ക് നല്ല ആരോഗ്യം വേണം. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം.
അതപ്പച്ചൻ പറഞ്ഞത് ശരിയാട്ടോ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. പിന്നെ ഞങ്ങൾ ഒരു കാര്യം കൂടി പറയാം. ഈ കൊച്ചിനെ 3-4 ദിവസം കൂടുമ്പോൾ കുളിപ്പിച്ചാൽ മതി. നല്ല തണുപ്പാണ്, 4 മാസം കാലമല്ലേ. രാവിലെ വൈകിട്ടും കുറച്ച് വെയിൽ കൊള്ളിക്കണേ. ശരി, എന്നാ ഞങ്ങൾ പോവുക മക്കളെ. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഓ, ആര് വരുന്നുണ്ടെന്ന് പാട്ടുകാരാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ അതുകൂടി